ചർച്ചാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീ ജേക്കബ് വടക്കഞ്ചേരി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. ധാരാളം പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഗുരുവിന്റെ മഹിതമായ ആശയത്തെ പിന്തുടരുന്നതിന് ഗുരുധർമ്മ പ്രചരണ സഭയിൽ അംഗത്വം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പ്രസിദ്ധനായ പ്രകൃതി ചികിത്സകനും പ്രകൃതി സംരക്ഷകനും ഒക്കെയായ ശ്രീ ജേക്കബ് വടക്കഞ്ചേരി അവറുകളും വളരെ സ്നേഹത്തോടുകൂടി ഗുരുധർമ്മം പ്രചരിപ്പിക്കുന്നതിനായി ഈ സഭയിലേക്ക് ചേരുകയാണ്. നമുക്കെല്ലാവർക്കും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ വരവേൽക്കാം. ജന്മ സൗഭാഗ്യമാണ് നമ്മെ ഓരോരുത്തരെയും ശിവഗിരിയിലെത്തിക്കുന്നത്. ഞാൻ എന്നെ ഒരു ശ്രീനാരായണ ഭക്തനായി തന്നെയാണ് കണക്കാക്കുന്നത്. അഭിമാനപൂർവ്വം ഞാൻ പറയും, ഞാനും ഒരു ശ്രീനാരായണീയനാണ്. ഒരു ശ്രീനാരായണീയനാണ് ഞാനെന്ന് പറയുമ്പോൾ അതേ ശബ്ദത്തിൽ തന്നെ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നും മുസൽമാനാണെന്നും ഹൈന്ദവനാണെന്നും എനിക്ക് പറയാൻ സാധിക്കും. കാരണം എല്ലാത്തിൻ്റെയും സത്ത ഏകമാണ്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ടത് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരുടെ സുഖത്തിനായി വരണമെന്നുള്ള ഗുരുവിന്റെ ഉപദേശമാണ്. ലോകത്തെ ഏത് മനുഷ്യനായാലും അതിൽപ്പരം ഒരു സുഹൃതം എന്താണ് മനുഷ്യന് ചെയ്യാനുള്ളത്? അതിലേക്ക് നമ്മെ ട്യൂൺ ചെയ്ത് നമുക്ക് എത്തിക്കാൻ സാധിച്ചാൽ, അതിലേക്ക് നമുക്ക് വളർന്നെത്താൻ സാധിച്ചാൽ, കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്. പക്ഷേ വാൾമുനയിലൂടെ നടക്കുന്നത് പോലുള്ള ഒരു ജാഗ്രതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധഭഗവാനെയും ക്രിസ്തുദേവനെയും നബിതിരുമേനിയെയും ശ്രീനാരായണ ഗുരുദേവനെയും മനസ്സിലാക്കാനും പാലിക്കാനും സാധിക്കും. നമുക്ക് ഗുരുദേവനെ പിന്തുടരുന്നവർ ധാരാളമുണ്ട്. അതും നമുക്ക് പറ്റുന്ന രീതിയിൽ മാത്രം. അതുകൊണ്ട് എന്താണ് കാര്യമുള്ളത്? ആരും ഗുരുദേവനെ പിന്തുടരരുത്. ഗുരുദേവൻ നിന്നിടത്തു നിന്ന്, നിർത്തിയിടത്തു നിന്ന്, സമാധിയടഞ്ഞിടത്തു നിന്ന് മുന്നോട്ട് നടക്കാൻ കഴിയുന്നവരെയാണ് ലോകത്തിന് ആവശ്യമുള്ളത്. പ്രോംപ്റ്റ് ചെയ്ത് നാടകവേദിയിൽ ആവർത്തിക്കാൻ ആർക്കും സാധിക്കും? അതുപോലും പ്രയാസമാണ്. അതുകൊണ്ട് കാര്യമായി മനുഷ്യരാശിക്ക് ഒരു പുരോഗമനം ഉണ്ടാവാനില്ല. അതുകൊണ്ട് ഗുരു ദേഹവിയോഗം നടക്കുമ്പോൾ അതുവരെ ആർജിച്ച ജ്ഞാന തപസ്സിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഭക്തരെയാണ് ആവശ്യമുള്ളത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ സ്വാശ്രയരാകുക എന്നുള്ളതാണ്. വളരെ കൃത്യമായി സ്വാശ്രയത്വ സങ്കല്പങ്ങളെ മുന്നിൽ വെച്ച ഒരാളും അതിനനുസരിച്ച് മനുഷ്യർക്ക് ആഹ്വാനം നൽകിയ ഒരാളുമാണ് സ്വാമികൾ. സർക്കാർ ജോലികൾക്ക് പോകുന്നതിന് പകരം വ്യവസായങ്ങളിലേക്ക്, വ്യാപാരത്തിലേക്ക് ഇറങ്ങാൻ സ്വാമി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്നത്തെ ലോകക്രമം കുത്തകകളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു ലോകക്രമമാണ്. വിരലിലെണ്ണാവുന്നവര് നമ്മുടെ ജീവിതത്തിന്റെ സകല വ്യാപാരങ്ങളെയും നിയന്ത്രിക്കുന്ന രീതിയിൽ ഗൂഗിളായിട്ടും മെറ്റയായിട്ടും ഒക്കെ ഭീകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരുവിന്റെ വാക്കുകൾ വികേന്ദ്രീകരിക്കുക, സ്വാശ്രയരാകുക, സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുക. സ്വന്തം ആരോഗ്യത്തെ നമ്മൾ ഓരോരുത്തരും സംരക്ഷിക്കുന്നത് പോലെ തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിയുന്നത്ര സ്വാശ്രയരാകാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ശ്രീനാരായണ തത്വങ്ങളുടെ പ്രാവർത്തികമായ മേഖലകളിലേക്ക് ഇറങ്ങുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഇന്ന് സംസാരിക്കേണ്ടത് പ്രധാനമായിട്ട് ഗുരുവിന്റെ അല്ലെങ്കിൽ ആ ചുവട് പിടിച്ചുള്ള പ്രകൃതി ചികിത്സയെക്കുറിച്ചാണ്. അവിടെ വളരെ കൃത്യമായിട്ട് ഒരു പീഠയും ഒരു എറുമ്പിന് പോലും നാമൊക്കെ ചിന്തയില്ലാത്ത പ്രവൃത്തികളിലൂടെ ചവിട്ടി അരക്കുന്ന അനേക കോടി ജീവജാലങ്ങളുണ്ട്. ഒരു പീഡയും ഒരു എറുമ്പിന് പോലും ഒരു ദുഃഖമുണ്ടാക്കരുത്, ഒരു എറുമ്പിന്റെ ജീവിതത്തിൽ തടസ്സമുണ്ടാക്കരുത്.
എറുമ്പിന്റെ ജീവനും. മഹാഭാരത യുദ്ധത്തിൽ യുധിഷ്ഠിരൻ ലോക ചക്രവർത്തിയോട് ഒരു പുഴു ചോദിക്കുന്നുണ്ട്, ഞാനും നീയും തമ്മിൽ ജീവനിൽ എന്ത് വ്യത്യാസം? ഗുരുവിന്റെ തത്വങ്ങളിൽ മുഴുവനും തന്നെപ്പോൾ സർവപ്രാണിയും ഈശാവാസ്യമിതം സർവം, അതുകൊണ്ട് അഹിംസ പരമോ ധർമ്മ എന്നുള്ള തത്വം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് മീൻ പിടിക്കുന്നവൻ മത്സ്യങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്ന ഗുരുവിനെ നമുക്ക് കാണേണ്ടത്. മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ ശവക്കറിയാണ് കഴിക്കുന്നത്. ശിവരുവടം തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീ ഗുരുദേവ സൂക്തങ്ങളിൽ കൃത്യമായിട്ട് 89ാമത്തെ പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശവക്കറിയാണ് കഴിക്കുന്നത്, മാംസഭക്ഷണം. ശവം തിന്നരുത്, മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, അത് ശവക്കറിയാണ്. ഇവിടെ ഗുരുദേവ സന്നിധിയിലെത്തി ഗുരുദേവന് പൂജകൾ ചെയ്യുന്നവരുണ്ട്, സ്തോത്രങ്ങൾ ചൊല്ലുന്നവരുണ്ട്, അനുകമ്പാദേശകം ചൊല്ലുന്നവരുണ്ട്. പക്ഷെ ഗുരു അസ്വസ്ഥമാണ്. ഗുരുവിന് സഹിക്കാൻ കഴിയാത്ത ക്രൂരതയാണ് നിങ്ങൾ പലപ്പോഴും ഗുരുദേവ സന്നിധിയിൽ എത്തി ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, മാംസബുക്കുകളുടെ ശരീരത്തിൽ തട്ടുന്ന കാറ്റുപോലും അശുദ്ധം. അങ്ങനെയുള്ളവരുടെ, മാംസം ഭക്ഷിക്കുന്നവരുടെ, അങ്ങനെയുള്ളവരുടെ കാറ്റ് ഏൽക്കുന്നത് തന്നെ നമുക്ക് ഇഷ്ടമല്ല. മാംസം ഭക്ഷിക്കുന്നവരുടെ കാറ്റ് ഏൽക്കുന്നത് പോലും ഗുരുവിന് ഇഷ്ടമല്ല. ഇപ്പൊ മാംസം ഭക്ഷിക്കുന്നവരൊക്കെ ഗുരുസന്നിധിയിൽ ചെന്ന് ഗുരു സന്തോഷത്തിലാവില്ല എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രീനാരായണ ഭക്തരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം തുടങ്ങേണ്ട ഒരു കാര്യം മത്സ്യമാംസാദികളെ ഉപേക്ഷിക്കുകയും ആ ജീവികളെ കൂടെ ജീവിക്കാൻ തന്നെപ്പോലെ തന്നെ അർഹതയുള്ളവരാണ് എന്ന് കരുതി ജീവിക്കാൻ അനുവദിക്കുക കൂടിയാണ് ചെയ്യേണ്ടത്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഞങ്ങൾ പറയുന്ന പ്രകൃതി ചികിത്സയുടെ അടിസ്ഥാനം തന്നെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. കേരളത്തിൽ പലയിടത്തും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പൊതുയോഗങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്, ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്. ചിലയിടത്തെങ്കിലും ചിലർ പറയുകയുണ്ടായി, ശ്രീനാരായണ ഗുരു നമ്മുടെ ഇടയിൽ ജനിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു അവസ്ഥ. അത് ലോകത്തിന് മുഴുവൻ പ്രകാശം ചൊരിയേണ്ട ഒരു ആധ്യാത്മിക ചൈതന്യം നമ്മുടെ ഇടയിലായിപ്പോയത് കൊണ്ടാണ് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതെന്ന് പറയാറുണ്ട്. അത് വലിയൊരു തെറ്റാണ്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ ഇടയിൽ ജനിച്ചില്ലായിരുന്നെങ്കിൽ, ജീവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ എവിടെ ആയിരുന്നേനെ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ നിന്നെല്ലാം അകറ്റപ്പെട്ട് ദൂരമാറ്റി നിർത്തിയിരുന്ന, മൃഗസമാനമായ ജീവിതത്തിന് പോലും സാധ്യമല്ലാതിരുന്ന ജനകോടികളെയാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം അമ്പലത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യമായിരുന്നു. അതിനുപോലും കഴിയാത്ത, നായ്ക്കൾക്ക് നടക്കാം, പശുവിന് നടക്കാം, പശുവിന് വേണമെങ്കിൽ അവിടെ ചാണകം ഇറക്കാം, അവിടേക്ക് മനുഷ്യർക്ക് കടക്കാൻ പാടില്ലാത്ത തീണ്ടൽ പലകകളിരുന്നിരുന്നൊരിടത്താണ് സാമൂഹ്യ വിപ്ലവകാരി, കേരളത്തിന്റെ നവോത്ഥാന ശില്പി ഗുരുദേവനാണ്. ഒരു സത്യാഗ്രഹത്തിന്, ഒരു ഉജ്ജ്വലമായ സമരവീര്യം കൂടെ ഗുരുവിനുണ്ടായിരുന്നു. കേരളത്തിലെ പരമ്പരാഗത ചികിത്സകർക്ക് കൈകണ്ട ചികിത്സകനായിരുന്നു, വൈദ്യനായിരുന്നു ഗുരുദേവനെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേരളത്തിലെ പരമ്പരാഗത ചികിത്സകർക്ക് കൈത്താങ്ങ് അന്നും ഇന്നും ശ്രീനാരായണ പ്രസ്ഥാനമാണ്, ശിവഗിരിയാണ്. അതെനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. കേരള സർക്കാരിൽ നിന്ന്, ആരോഗ്യവകുപ്പിൽ നിന്ന് അലോപ്പതി അല്ലാതെ മറ്റൊരു മേഖലയിലൂടെ വാഴണ്ട എന്നുള്ള രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിരവധി പരമ്പരാഗത വൈദ്യന്മാർ തിരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കപ്പെടുന്ന, അവരുടെ ചികിത്സകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയപ്പോ
നേരിട്ടുള്ള ഒരു ഇടപെടലാണ് ശിവഗിരി മഠത്തിൽ നിന്നുണ്ടായത്. അത് പരമ്പരാഗത വൈദ്യന്മാർക്ക് നൽകിയ കരുത്ത്. നാളെ അതിൻ്റെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവർ വിശദമായിട്ട് അത് പറയും എന്നുള്ളതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അപ്പോ എന്താണ് പ്രകൃതി ചികിത്സ എന്നതിനെ കുറിച്ച് സുന്ദരമായിട്ട് ഡോക്ടർ കെ.ആർ. ജയകുമാർ പറഞ്ഞു. പുതിയതായി നിങ്ങൾ ഒരു കാര്യവും ചെയ്യണ്ട എന്നുള്ളതാണ് പ്രകൃതി ചികിത്സ. പലരുടെയും ഒരു ചിന്ത, പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്, തിരക്കേറിയ ജീവിതത്തിന് എങ്ങനെയാണ് അത് സാധ്യമാകുക എന്നുള്ളതാണ്. അതൊരു അബദ്ധ ചിന്തയാണ്. നിങ്ങൾ പുതുതായി ഒരു കാര്യവും ചെയ്യണ്ട നിങ്ങളുടെ രോഗങ്ങളെ മാറ്റിയെടുക്കാനും രോഗങ്ങളില്ലാത്ത ജീവിതം നയിക്കാനും. ഞാൻ 43 വർഷങ്ങളായി രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരാളാണ്. അത് ആരോഗ്യത്തിന് വേണ്ടി തന്നെ ഇരുന്ന് ജാഗ്രതയോടെ തപസ് ചെയ്തിട്ടല്ല, കേരളമൊട്ടാകെ കേരളത്തിന് പുറത്തേക്കുമെല്ലാം നിരന്തരം യാത്ര ചെയ്തുകൊണ്ടാണ്. ഞാനിപ്പോ ഒരു 20 ലക്ഷം കിലോമീറ്ററിലധികം വാഹനം ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 7 പ്രകൃതി ചികിത്സാലയങ്ങൾ നോക്കുന്നുണ്ട്. നിരന്തരം ദിവസത്തിൽ ഒരു 2 ക്ലാസ്സുകളെങ്കിലും പല സ്ഥലങ്ങളിലായി എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓടി നടക്കുകയാണ്. രോഗങ്ങളില്ലാത്തൊരു സുന്ദര ജീവിതം. ആ ജീവിതത്തിന് വേണ്ടി അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സഹിക്കാനും നമ്മൾ തയ്യാറാവേണ്ടത് തന്നെയാണ്. പക്ഷേ നിങ്ങൾ സഹിക്കണ്ട, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇപ്പൊ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. പുതുതായിട്ടൊരു കാര്യവും ചെയ്യേണ്ട. നിങ്ങളുടെ രോഗങ്ങൾ മാറും. നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ആരോഗ്യത്തിന്റെ ആനന്ദം നുകരുന്ന ജീവിതം സാധ്യമാകും. ഞാനിന്ന് മഹാസമാധി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് സ്വാമി സുഹൃദാനന്ദ സ്വാമി എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ കണ്ടപ്പോഴേ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം നേച്ചർ ലൈഫ് TV എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് അതിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അത് പറയാൻ വിളിച്ചതാണ്. വളരെ വളരെ സന്തോഷമായ ഒരു നിമിഷമായിരുന്നു അത്. നമ്മുടെ കർമ്മങ്ങളൊക്കെ ധന്യം ആകുന്നത് അങ്ങനെയാണ് ഞങ്ങളെപ്പോലുള്ള ഒരു വാസ്തവത്തിൽ സന്തോഷം അനുഭവിക്കുന്നത് അത്തരം നിമിഷങ്ങളിലാണ്. ഇവിടെ പ്രകൃതി ജീവിതത്തിലൂടെ 6 വർഷം കിടക്കയിൽ കഴിഞ്ഞ് കിടപ്പിലായി പോയ ഒരാള് ഈ മഹാസമാധി മണ്ഡപമെല്ലാം നടന്ന് കയറി ഇവിടെ വന്നിരിപ്പുണ്ട്. ഏറ്റവും മുന്നിൽ തന്നെ ഇരിക്കുന്ന ഓമന കുഞ്ഞമ്മ മെഴുവേലി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോ കേരളം ഒട്ടാകെ ഭർത്താവ് CK സദാനന്ദനും ഉണ്ട്. രണ്ടുപേരും വലിയ ശ്രീനാരായണ ഭക്തരാണ്. മെഴുവേലിയാണ്, പട്ടണംതിട്ടയിലെ മെഴുവേലിയാണ് അവരുടെ സ്ഥലം. ആർത്രൈറ്റിസ് ആയിരുന്നു. എനിക്കിനി ഒരു ചികിത്സയും വേണ്ട, ഞാൻ ഒരിടത്തും വരില്ല എന്ന് പറഞ്ഞപ്പോഴും നിർബന്ധിച്ച് ഭർത്താവ് സദാനന്ദൻ കൈകളിൽ എടുത്ത് എറണാകുളത്തെ നമ്മുടെ പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലുള്ളത് കടത്തിയതാണ്. 75ാമത്തെ ദിവസം നടന്ന് താഴേക്ക് ഇറങ്ങി വീട്ടിൽ പോകാൻ അവർക്ക് സാധിച്ചത് പുതുതായിട്ടൊന്നും ചെയ്തിട്ടല്ല, ആഹാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വെച്ചു. അപ്പുറത്ത് അവിടെ നിൽക്കുന്ന ഒരാള് ശ്രീകുമാറുണ്ട്. 1.5 കൊല്ലമായി വേവിച്ചതൊന്നും കഴിക്കാത്ത ആളാണ് ശ്രീകുമാറിന്. കൈമുക്കിയേക്ക് പഴങ്ങൾ, വേവിക്കാത്ത പച്ചക്കറി, കരിക്ക്, തേങ്ങ, പച്ചവെള്ളം, വേറെ ഒരു സാധനവും ശ്രീകുമാർ കഴിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നും അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കൊക്കെ അധ്വാനിക്കാനുള്ളതല്ലേ. ഇവിടെ കുഞ്ഞൊന്ന് കാലേ തൊടാൻ പോലും കഴിയാത്ത ആളുകളാണ് അധ്വാനത്തെ കുറിച്ച് പറയുന്നത്. ശ്രീകുമാർ ഒരു മേസ്തിരി പണിക്കാരനാണ്, കെട്ടിട നിർമ്മാണ ജോലിക്കാരനാണ്. തന്റെ കൂടെ ഇറച്ചിയും മുട്ടയും മീനും ഒക്കെ തിന്നുന്നവരെക്കാൾ ഇരട്ടി പണിയെടുക്കും. അവരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ക്ഷീണമില്ലാതെ പണിയെടുക്കുന്നു എന്നുള്ളതാണ് ശ്രീകുമാർ പറയുന്നൊരു കാര്യം. തൊട്ടു മുന്നില് തിരുവനന്തപുരത്തെ ഏറ്റവും ആദ്യത്തെ പച്ചമരുന്ന് കട പെരുമാൾ കടയിലെ രാമനാഥ പിള്ളയുണ്ട്. അഡ്വക്കേറ്റ് സുരേഷ് ഉണ്ട്, ജനാരോഗ്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനാണ്. നിരവധി സുഹൃത്തുക്കള് ഈ വേദിയില്. അശോകനുണ്ട്. അശോകനും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ ഭാഗമാണ്. ഒരു രോഗങ്ങളില്ലാതെ ജീവിക്കുന്നവരാണ്. ആർത്രൈറ്റിസ് കൊണ്ട് 6 വർഷത്തെ ചികിത്സ കഴിഞ്ഞ് കിടപ്പിലായി പ്രകൃതി ജീവിതത്തിലൂടെ എഴുന്നേറ്റ് ഇപ്പോ 13 കൊല്ലങ്ങളാകുന്നു, 15 കൊല്ലമാകുന്നു. ഒരു രോഗമില്ലാണ്ട് ജീവിക്കുകയാണ്. വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത് ഓമന കുഞ്ഞമ്മയാണ്. ഞാൻ ഇടയ്ക്ക് പോയി അവിടെ തങ്ങാറുണ്ട്. അപ്പോ വളരെ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്താൽ മാറിപ്പോകുന്ന രോഗം.
രോഗം എന്നു പറഞ്ഞ് ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരു തിരിച്ചറിവിന്റെ പാതയിൽ മനുഷ്യർക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമില്ല. ഈ രണ്ടവസ്ഥകളല്ലാതെ രോഗം എന്ന മൂന്നാമത്തെ ഒരു അവസ്ഥ മായയാണ്, മിഥ്യയാണ്, അസത്യമാണ്. അത് വൈദ്യ സൃഷ്ടിയാണ്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് രോഗം ഉണ്ടാവണം, നിങ്ങൾ രോഗത്തിൽ വിശ്വസിക്കണം. ഞങ്ങളുടെ ലാഭം നിങ്ങളുടെ രോഗമാണ്. നിങ്ങളുടെ രോഗം മാറ്റി തന്നാൽ, ഇപ്പൊ 15 കൊല്ലമായി 10 പൈസ എനിക്ക് കിട്ടിയിട്ടില്ല, പ്രകൃതി പഠിച്ചു പോയതുകൊണ്ടുള്ള ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് രോഗം എന്നുള്ളത് നിലനിൽക്കേണ്ടതാണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയുടെ, മരുന്ന് വ്യവസായത്തിന്റെ ആവശ്യം രോഗങ്ങൾ കൂടണം, കൂടിക്കൊണ്ടേയിരിക്കണം. ഇടക്ക് കുറെ നുണകൾ വരണം. കുറെ നുണകളുടെ പേരിൽ അനേകം നുണകൾ വിൽക്കാൻ സാധിക്കും. ആ കെണി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. രോഗങ്ങളൊന്നുമില്ല. ഉള്ളത് ഒന്നുകിൽ ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യം കുറവാണ്. ആരോഗ്യം കുറഞ്ഞാൽ പാൻക്രിയാസിന്റെ പ്രവർത്തനം മന്ദിക്കും, മരവിക്കും. പാൻക്രിയാസ് ശരിക്കും പ്രവർത്തിക്കാതെ അനാരോഗ്യം പിടിച്ച ശരീരത്തിലെ പാൻക്രിയാസിൽ നിന്ന് ആരോഗ്യമുള്ള ഇൻസുലിൻ ഉണ്ടാവില്ലല്ലോ. അതിന് പ്രമേഹം എന്ന് പേരിട്ട് ചികിത്സിക്കാൻ പോകുന്നതിലെ ഒരബദ്ധം ഞാൻ പറയാം. പ്രമേഹ രോഗികൾ മരുന്ന് കഴിക്കുന്നത് എന്തിനാണ്? ഷുഗർ കുറയാനാണ്. ഷുഗർ കുറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? പാൻക്രിയാസിൽ നിന്ന് നല്ല ഇൻസുലിൻ വരലാണോ വേണ്ടത്? നല്ല ഇൻസുലിൻ വരാത്തത് കൊണ്ട് കൂടി നിൽക്കുന്ന ഷുഗറിനെ കുറച്ചാൽ മതിയോ? ഏതാ ബുദ്ധി? ഏതാണ് ശാസ്ത്രീയമായ സമീപനം? BP കൂടി നിൽക്കുകയാണ്. BP കുറപ്പിക്കാനാണ് മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ കഴിക്കണം. എന്നാൽ BP കൂടാനുള്ള കാരണം എന്താണ്? രക്തം ദുഷിച്ചത്, രക്തം കൊഴുപ്പ് കൂടിയത്. അതുകൊണ്ട് ഹൃദയത്തിന് കൂടുതൽ ശക്തിയിൽ പമ്പ് ചെയ്താലേ രക്തം തള്ളാൻ സാധിക്കുന്നുള്ളൂ. അവിടെ രക്തശുദ്ധി വരികയും ഹൃദയത്തിന് ആശ്വാസം കൊടുക്കുകയും ചെയ്യുന്നതിന് പകരം പ്രയാസങ്ങളെല്ലാം അതേപോലെ തുടരുകയും കുറച്ച് മരുന്ന് കൊണ്ട് BP കുറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്നത് വിഡ്ഢിയുടെ സന്തോഷമാണ്, വിവേകത്തിന്റെ സന്തോഷമല്ല. തൈറോയിഡ് തകരാറ്, സകല സ്ത്രീകൾക്കും ഇപ്പൊ തൈറോയിഡ് തകരാറാണ് എന്ന് അയഡിനുപ്പ് നിർബന്ധമായി കച്ചവട ലോബികൾ സർക്കാരിലൂടെ അടിച്ചേൽപ്പിച്ചോ അതോടെ തുടങ്ങി സ്ത്രീകൾക്ക് മുഴുവൻ തൈറോയിഡ് തകരാറ്, പുരുഷന്മാർക്ക് ഇംപൊട്ടൻസി, ഷണ്ഡത്വം. ഞാൻ മെഡിക്കൽ ടെക്സ്റ്റുകളിൽ കാണിച്ചു തരാം. അയഡിന്റെ അംശം അല്പം കൂടിക്കഴിഞ്ഞാൽ തൈറോയിഡ് ഡിസ്ഫങ്ഷൻ വരും, പുരുഷന്മാർക്ക് ഷണ്ഡത്വം ഉണ്ടാകും. കുടുംബാസൂത്രണത്തിന്റെ ലോകരാഷ്ട്രീയം ഏഷ്യൻ ആഫ്രിക്കൻ ജനതയുടെ എണ്ണം കുറയ്ക്കുക, പെറ്റുപെരുകണ്ട, ലോക ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നേരിട്ടുള്ള കുടുംബാസൂത്രണ മാർഗങ്ങൾ കൂടാതെ നേരിട്ടല്ലാത്ത കുടുംബാസൂത്രണ മാർഗങ്ങളും ചില ഫൗണ്ടേഷനുകളിലൂടെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു വഴിയാണ് നമ്മെ കൊണ്ട് അയഡിനുപ്പ് തീറ്റിക്കുക, കുട്ടികളെ കൊണ്ട് അയൺ ഗുളികകൾ കഴിപ്പിക്കുക. അത് നല്ലതല്ലേ? അയൺ ഗുളികകൾ കുട്ടികൾ കഴിക്കുമ്പോൾ കുട്ടികളുടെ വിളർച്ചാ രോഗം വരാതിരിക്കും. അതിലെ അപകടം, കമ്പനിക്ക് അയൺ ഗുളികയ്ക്കുള്ള ഇരുമ്പ് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവർ മണ്ണിൽ നിന്ന് മൈനിങ് നടത്തി തന്നെയാണ് എടുക്കുന്നത്. അതേസമയം ചീര കഴിക്കുകയാണെങ്കിൽ, ചീരക്കറി കഴിക്കുകയാണെങ്കിൽ അതിൽ നന്നായിട്ട് ഇരുമ്പിന്റെ അളവുണ്ട്. വൈറ്റമിൻ C ശരീരത്തിലുണ്ടെങ്കിൽ ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. വൈറ്റമിൻ D ശരീരത്തിലുണ്ടെങ്കിലേ കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമുക്ക് പച്ചയായ അല്ലെങ്കിൽ പച്ച നിറമുള്ള ചീരക്കറികൾ കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് ഇരുമ്പിന്റെ അളവ് കൂടിക്കോളും, ഉണ്ടാകും. രണ്ടു തരത്തിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ചീരക്കറികൾ ദിവസേന അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും കൊടുത്തുകൊണ്ട് കുട്ടിയുടെ ഇരുമ്പിന്റെ അംശം ശരീരത്തിൽ കൂട്ടിയെടുക്കുമ്പോൾ ദോഷഫലം എന്താ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടോ? ആരോഗ്യമാണ്. കണ്ണു തെളിയും, രക്തശുദ്ധി വരും, മലബന്ധം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള നിരവധി മെച്ചങ്ങളാണ് ഇലക്കറികളിലൂടെ, പച്ചക്കറികളിലൂടെ, പഴങ്ങളിലൂടെ, വൈറ്റമിൻ സിയും
ഇരുമ്പിന്റെ അംശവും നേടിയെടുക്കുമ്പോൾ കിട്ടുന്നത്. എന്നാൽ ഇരുമ്പ് ഗുളിക കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട്സ് മെഡിക്കൽ ടെക്സ്റ്റ് പറയുന്നത് എപ്പിഗ്യാസ്ട്രിക് പെയിൻ, മേൽവയറ് വീർത്തുള്ള വേദന, സ്റ്റെയിനിങ് ഓഫ് ദി ടീത്ത്, പല്ലിന് നിറം മാറ്റം, എ മെറ്റാലിക് ടേസ്റ്റ് ഇൻ ദി മൗത്ത്, വായയിലൊരു ലോഹത്തിന്റെ ചുവ വരിക. ഇനി അയൺ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും. അയൺ സോർബിറ്റോൾ ഇഞ്ചക്ഷൻ ഉണ്ട്. ആ അയൺ സോർബിറ്റോൾ ഇഞ്ചക്ഷൻ ആണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ തകരാറ് കൂടാതെ ഡെത്ത് ഒക്കേഴ്സ് റെയർലി എന്നാണ് മെഡിക്കൽ ടെക്സ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത്. മരണം അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ആലോചിച്ചു നോക്കണം. നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടേണ്ട നെല്ലിക്ക ചമ്മന്തി, നെല്ലിക്കയും കറിവേപ്പിലയും സമം തേങ്ങയും, ഒരു കഷ്ണം നല്ലൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകിന്റെ കുരു കളഞ്ഞതും അല്പം കല്ലുപ്പും കൂടെ ചേർത്ത് കഴിച്ചാൽ നിങ്ങളുടെ കുട്ടിയുടെ ദേഹശുദ്ധി, രക്തശുദ്ധി, ആന്തരാവയവങ്ങളുടെ ശുദ്ധി, തെളിച്ചം, പ്രകാശം, ചൈതന്യം ഇതെല്ലാം നേടിയെടുക്കാൻ കഴിയുന്നിടത്ത് നിങ്ങൾ ഗുളികയ്ക്ക് പോയാൽ കിട്ടാവുന്നത് അപൂർവമായ മരണ സാധ്യത കൂടിയാണ്. റയർ എന്ന് പറഞ്ഞാൽ 1001. 1000 പേരില് ഒരാൾക്ക് സംഭവിക്കുന്ന അപകടമാണ് റയർ ആണ് എന്ന് പറയുമ്പോൾ മോഡേൺ മെഡിക്കൽ സയൻസിന്റെ ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ രോഗം എന്ന് പറഞ്ഞതിന്റെ പുറകെ നിങ്ങൾ നടക്കല്ലേ, രോഗത്തിന് ചികിത്സിക്കല്ലേ, അതിന്റെ കാരണം നോക്ക്. ആ വിവേകത്തിലേക്ക്, ആ ശാസ്ത്രീയ സമീപനത്തിലേക്ക് വരാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടായാൽ, എന്തുകൊണ്ട് എനിക്ക് ഗ്യാസ് ട്രബിൾ തുടങ്ങുന്നു? എന്റെ ഒരു രോഗി വന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഉച്ച കഴിഞ്ഞാൽ എനിക്ക് ഗ്യാസിന്റെ അസുഖം തുടങ്ങും. ഉച്ച കഴിഞ്ഞാൽ ഗ്യാസിന്റെ അസുഖമാണ്. പിന്നെ ജലൂസിന് അതുപോലെ മരുന്നൊക്കെ കഴിച്ചാണ് സ്വസ്ഥ. കരളിന് ക്യാൻസർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗ്യാസ് ട്രബിളിന്റെ അസിഡിറ്റിയുടെ മരുന്നുകളുടെ ഒരു കുഴപ്പം. മറ്റു നിരവധി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവയാണവ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഉച്ച കഴിഞ്ഞാൽ മാത്രം ഗ്യാസ് ട്രബിൾ വരണത്? നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പമാണെങ്കിൽ 24 മണിക്കൂർ അത് ഉണ്ടാവണ്ടേ? ഇത് ഉച്ച കഴിഞ്ഞാൽ മാത്രമാണ്. അപ്പൊ അതിനർത്ഥം നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം ഈ കുഴപ്പം ഉണ്ടാക്കുന്നതാണ്. അതിനെന്താ കുഴപ്പം ഡോക്ടറെ? ഞാൻ കാലത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം അത് തന്നെയാണ്, ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അതെ, അതിലാണ് കുഴപ്പം. നിങ്ങൾ കാലത്തെ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലേ കഴിക്കുന്നേ? പാചകം ചെയ്യുന്ന ഭക്ഷണം ആരോഗ്യം വേണ്ടവർ 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. പാചകം ചെയ്തൊരു ഭക്ഷണം 2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഗ്യാസ് ട്രബിള്, മലബന്ധം, കഫവർദ്ധനവ്. അപ്പൊ ഉടനെ പറയുന്നത്, അപ്പൊ പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോ എന്ത് ചെയ്യും? പഴങ്ങൾ കൊണ്ടുപോയി കഴിക്കണം. ഞാനിന്ന് രാവിലെ സച്ചിദാനന്ദ സ്വാമിയോട് കൃപാപൂർവം എനിക്ക് പഴങ്ങൾ പ്രത്യേകം പറഞ്ഞു. ഞാൻ പഴങ്ങൾ മാത്രമാണ് കഴിച്ചത്. ഒരു 10-20 ദിവസം, ഞാൻ 2-3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും ജ്യൂസും കരിക്കും വെള്ളവും കഴിച്ച് കേരളം ഒട്ടാകെ വാഹനം ഓടിച്ച് ക്ലാസ് എടുത്ത് നടന്നതാണ്. ഇപ്പൊ ഒരു നേരം വേവിച്ചത് കഴിക്കും, ബാക്കി നേരങ്ങളിൽ പഴം കഴിക്കും. ഞങ്ങളുടെ ഊർജം, ഉന്മേഷം, ഉത്സാഹമൊക്കെ കൂടുന്നതല്ലാതെ കുറഞ്ഞ് ഞങ്ങൾ ക്ഷീണിച്ച് തളരുകയല്ല ചെയ്യുന്നത്. പക്ഷെ ശരീരം ഒന്ന് ട്യൂൺ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ദിവസം രാത്രി ഭക്ഷണം പഴങ്ങളാക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഒരു നേരം പഴങ്ങളാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിലെ റീഅഡ്ജസ്റ്റ്മെന്റ്സ്. ഏറ്റവും ദൈവികമായ ഭക്ഷണം, വിശുദ്ധമായ ഭക്ഷണം, പ്രകൃതിദത്തമായ ഭക്ഷണം. പ്രകൃതി ഉണ്ടാക്കുന്നത് മാത്രമാണ് ഭക്ഷണം. പ്രകൃതി ഉണ്ടാക്കി തരുന്നത് മാത്രമാണ് ഭക്ഷണം. മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം മരണത്തിന് ശേഷവും കുറച്ച് സമയം കൂടി ഉണ്ടാകും. കരൾ പോകുന്നില്ല മരിച്ചാൽ, ഹൃദയം പോകുന്നില്ല, തലച്ചോറ് പോകുന്നില്ല, ഇതൊക്കെ അവിടെ തന്നെയുണ്ട്. പക്ഷെ പോകുന്നത് എന്താണ്? മനസ്സുണ്ട്. ആ മനസ്സും ഏതാണ്ട് നമുക്ക് കൺട്രോൾ ഉള്ളതാണ്, നിയന്ത്രണം. അതിനും അപ്പുറത്ത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ജീവതലം നമുക്കുണ്ട്. അതാണ് നമ്മൾ. ആ ജീവതലം ഇലക്ട്രിക് പവറാണ്, മാഗ്നറ്റിക് പവറാണ്. അപാര ശക്തിയുള്ള മാനസികോർജത്തിന്റെയും അടിത്തറയായിട്ടുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മിൽ പ്രവഹിക്കുന്നത്.
അതുകൊണ്ടാണ് ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ നിർണയിക്കാൻ ECG എടുക്കുന്നത്, ഇലക്ട്രോ കാർഡിയോഗ്രാം. തലച്ചോറിന്റെ ചിന്തകളാണെങ്കിൽ അതും ഈ ഇലക്ട്രിക് പവറിനനുസരിച്ചാണ്. അതിനെ അളക്കുന്നത് EEG-യിലാണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാം. നമ്മുടെ ശരീരത്തിൽ ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് അളക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ഇലക്ട്രിസിറ്റി അളക്കാൻ സാധിക്കും. ഗൂഗിൾ എടുത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണില് ഹ്യൂമൻ ബോഡി സെൽ വോൾട്ടേജ് എന്ന് പറഞ്ഞ് നോക്കിയാൽ 0.07 വോൾട്ട് എന്ന് കാണാൻ സാധിക്കും. ആ ഇലക്ട്രിക് എനർജിയാണ്, പവറാണ് നമ്മെ ഊർജസ്വലരാക്കുന്നത്, ഉന്മേഷത്തിലാക്കുന്നത്. ചില ബൾബുകൾ നന്നായി കത്തും, ചില ബൾബുകൾ ഡിമ്മടിച്ച് വരും. ചായ കുടിക്കും തോറും, കാപ്പി കുടിക്കും തോറും, വറുത്ത് മൊരിച്ചത് കഴിക്കും തോറും ബൾബുകൾ ഡിമ്മടിച്ച് വരും. നിങ്ങളുടെ ചൈതന്യം, നിങ്ങളുടെ ഊർജസ്വലത, ഉന്മേഷം, ഉത്സാഹം, ഇതെല്ലാം നിങ്ങളുടെ ഇലക്ട്രിക് പ്രൊഡക്ഷൻ എത്രയുണ്ട് കോശങ്ങൾ തന്നെ ചെയ്യുന്നതാണ്. അത് പ്രകൃതിയിൽ നിന്നുള്ള ഒരു സ്വീകാര്യത കൂടിയുണ്ട്. അതുകൊണ്ടാണ് വെയിൽ കൊള്ളണം, സോളാർ, ഇതെല്ലാം സോളാർ പാനലുകളാണ്. ഈ ശരീരത്തിലെ തൊലി സോളാർ പാനലുകളാണ്. വെളിച്ചത്തെ അത് അബ്സോർബ് ചെയ്യും, ശരീരത്തെ ഉന്മേഷത്തിലാക്കും, നമ്മുടെ ശരീരകോശങ്ങളെ എനർജൈസ് ചെയ്യുന്നതാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഒരു 19 പേര് കിടന്നുറങ്ങുന്ന ഹാളില് രാത്രി ഒരു 1 മണിക്ക് ഒരാൾ എന്നൊന്ന് ലൈറ്റ് ഇട്ടു, ഒരു ശബ്ദം ഉണ്ടാക്കിയില്ല. ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചില ആളുകൾ എഴുന്നേറ്റിട്ട് ആ ലൈറ്റ് അങ്ങ് നിർത്തുക എന്ന് പറയും. ഇത് ഇവരെങ്ങനെ അറിയുന്നേ? ഈ സെൻസറുകള് സോളാർ പാനലുകള് വെളിച്ചം പിടിച്ചെടുത്ത് അങ്ങോട്ട് എഴുന്നേറ്റോളൂ, വെളിച്ചമായി കേട്ടോ എന്നുള്ള ഒരു തെറ്റായ മെസ്സേജ് അവിടെ കൊടുക്കുകയാണ്. വെളിച്ചം വന്നിട്ട് തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരത്തെ നാം തിരിച്ചറിയണം. നമ്മുടെ ശരീരം അതിസൂക്ഷ്മമാണ്, നമ്മെ കാണാൻ സാധിക്കാത്തതാണ്. ഇപ്പൊ കണ്ടുകൂടെ എന്ന് ചോദിച്ചാൽ കാണാം. പക്ഷേ ഞാൻ എന്നാണ് ജനിച്ചത്, അപ്പൊ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് പറയും. അതിന്റെ തലേ ദിവസം ഉണ്ടായിരുന്നില്ലേ, തലേ ആഴ്ച ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു, അമ്മയുടെ വയറ്റിലുണ്ടായിരുന്നു. അത് നിങ്ങൾ തന്നെയാണ്, ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ എന്നാണ് ജനിച്ചത്? അതിന് 9 മാസത്തിന് മുമ്പാണ്. അപ്പോഴും നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. അച്ഛന്റെ ഉള്ളിലും അമ്മയുടെ ഉള്ളിലുമായിരുന്നു. അവിടെ എന്നാണ് നിങ്ങൾ ജനിച്ചത്? അത് പറയ്. എവിടെ നിന്നാണ് അച്ഛന്റെ ഉള്ളിൽ കടന്നത്? എന്നാണ് അമ്മയുടെ അന്ധമായി മാറിയത്? ആരാണ് ഞാൻ? ഇനി ഒരു 100 വർഷം കൂടെ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒന്നും ഉണ്ടാവില്ലല്ലോ. എവിടെ ആയിരിക്കും? ജനിക്കുന്നതിന് മുമ്പ് എവിടെയായിരുന്നോ അങ്ങോട്ടാണോ? ഈച്ച ചത്തൊരു പൂച്ചയായി പിറക്കുന്നു, അജൻ ചത്ത് ഗജമായി തീരുന്നു, ഗജൻ ചത്ത നജവുമായി തീരുന്നു എന്ന് പറഞ്ഞ പോലെ ജന്മം കൊണ്ടുള്ളൊരു കളി. ആരാണ് ഞാൻ? അപ്പൊ ഞാൻ ഈ ആത്മ തേജസ്സായിട്ട് കണ്ട്, ഈ എനർജിയായി കണ്ട്, ശാസ്ത്രം പറയുന്നത് പോലുള്ള ഒരു വൈദ്യുത തരംഗമായി കൂടെ കണ്ട് തിരിച്ചറിയുമ്പോ എന്റെ ആരോഗ്യത്തിൽ ഈ എനർജിക്ക് എന്ത് പങ്കുണ്ട്? ഞാൻ രോഗിയായിരിക്കുമ്പോൾ ഈ എനർജി കുറഞ്ഞു പോയിട്ടാണോ? ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആയിരിക്കുമ്പോ എന്റെ pH 7.4 നിന്ന് താഴ്ന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് ക്ലാവ് പിടിച്ചു. ആ ക്ലാവ് പിടിച്ചത് കൊണ്ട് എന്റെ എനർജിക്ക് എന്റെ കാലിലേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് കാലിൽ മരവിപ്പ് വരുന്നു, കൈമരവിപ്പ് വരുന്നു, കണ്ണിന്റെ കാഴ്ച കുറയുന്നു. കാരണം ഈ ജീവോർജത്തിന്, ആത്മശക്തിക്ക് അങ്ങോട്ട് കടന്നു കയറി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ശരീരത്തെ പരിശുദ്ധമാക്കി വയ്ക്കണം. ക്ലാവ് പിടിക്കാൻ ഇടകൊടുക്കാത്ത രീതിയിൽ ശരീരത്തെ ക്ലാവ് പിടിപ്പിക്കുന്ന ചായ, കാപ്പി തുടങ്ങിയ, കോള തുടങ്ങിയ, പഞ്ചസാര, മൈദ, വനസ്പതി. ഞാൻ പഞ്ചസാര കഴിച്ചിട്ട് ഇപ്പോൾ 43 കൊല്ലമാവുന്നു. എന്നത് തിരിച്ചറിയാൻ സാധിച്ചു. അതാണ് മനുഷ്യന് വിവേകം വേണമെന്ന് പറയുന്നത്.
അന്ന് പഞ്ചസാരയുടെ ഉപയോഗം നിർത്തിയതാണ്. ഞാൻ എറണാകുളത്ത് അരുവി എന്ന പേരിൽ ഒരു പ്രകൃതി ഹോട്ടൽ നടത്തിയിരുന്നു. ഇപ്പൊ കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് ആയുർവേദ കോംപ്ലക്സില് ഊട്ടുപുര അരുവി ഹോട്ടല് പ്രകൃതി ഹോട്ടലുണ്ട്. പഞ്ചസാര കയറ്റില്ല. ഞങ്ങളുടെ ഹോട്ടലിൽ പോലും ഇല്ല, ഞങ്ങളുടെ വീടുകളിലില്ല. അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ തകർക്കുന്ന, നമ്മുടെ ശരീരത്തിലെ ജീവോർജത്തിന്, ആത്മതേജസ്സിന്, കോശങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ആ ചൈതന്യ വിശേഷത്തിന് തടസ്സങ്ങൾ ഉണ്ടാക്കരുത്. മാംസാഹാരവും മത്സ്യാഹാരവും ഒക്കെ കൂടുതൽ അഴുക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട് നിങ്ങൾ ഒരു മുറിയില് ഒരു ലോറി മീൻ കൊണ്ടുവന്ന് അടച്ചു പൂട്ടി എയർ ടൈറ്റ് ആയിട്ട് ഇടുക. അടുത്ത മുറിയില് ഇറച്ചി നിറച്ചു വയ്ക്കുക. മൂന്നാമത്തെ മുറിയിൽ പഴങ്ങൾ നിറയ്ക്കുക. നാലാമത്തെ മുറിയിൽ പച്ചക്കറികൾ നിറയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞ് ആദ്യത്തെ മീൻ നിറച്ചു വെച്ച മുറി ഒന്ന് തുറന്നകത്ത് കയറണം. നിങ്ങൾ ചാടി പ്രാണനും കൊണ്ട് രക്ഷപ്പെടും. നാറ്റം കൊണ്ട് ആ പ്രദേശം മുഴുവൻ അത് തുറന്നു കഴിഞ്ഞാൽ നാറ്റം വരും. ഇറച്ചി വെച്ചിരുന്ന മുറി കയറുക, പുഴുവും നാറ്റവും. പഴങ്ങളിരുന്ന മുറിയോ പച്ചക്കറി ഇരുന്ന മുറിയോ ദുർഗന്ധമില്ലാത്ത. ഏതുപോലെയാണ് നിങ്ങളുടെ വയറ്, ആ വയറാണ് സകല രോഗങ്ങളിലേക്കും അവയവങ്ങളുടെ പ്രവർത്തന വൈകല്യങ്ങളിലേക്കും നിങ്ങളെ നയിക്കുന്നത്, രക്തദൂഷ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഈ ശരീരം സ്ഥിരമായ ഒന്നല്ല. കാളിദാസ മഹാകവി സൗന്ദര്യത്തെക്കുറിച്ച് പറഞ്ഞ ഒരു ചെറിയ കഷ്ണം, ക്ഷണേ ക്ഷണേ നവനവമായി മാറുന്നതാണ് സൗന്ദര്യം. അതുപോലെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ. തലച്ചോറിലെ കോശങ്ങളും കണ്ണിലെ ലെൻസും പല്ലിലെ ഇനാമലും ഒഴിച്ച് ബാക്കിയുള്ള ശരീരം നിരന്തരം മരിക്കുന്നു, ജനിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ജനന മരണങ്ങളുടെ നിരന്തരമായ പ്രവർത്തനം നടക്കുകയാണ്. ഒരു സെക്കൻഡിനുള്ളിൽ 10 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മരിക്കുന്നത്. ഒരു സെക്കൻഡില് 10 ലക്ഷം കോശങ്ങൾ ശരീരത്തിൽ മരിക്കും. ഓരോ ദിവസവും 60 ബില്യൺ, 1 ബില്യൺ 100 കോടിയാണ് കോശങ്ങൾ നമ്മുടെ ഉള്ളിൽ മരിക്കുന്നുണ്ട്. പുതിയ കോശങ്ങളെ ഉണ്ടാക്കുന്നു. ത്വക്കിലെ കോശങ്ങൾ ജീവിക്കുന്നത് 30 തുടങ്ങി 40 ദിവസം വരെ മാത്രമാണ്. അപ്പൊ ഒരു ത്വക്ക് രോഗം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ത്വക്ക് രോഗത്തെ തുടരാൻ ശരീരത്തിന് സാധിക്കാത്ത രീതിയിൽ നല്ല ത്വക്കിലെ കോശങ്ങൾ ഉണ്ടാക്കാൻ ഉറപ്പുള്ള രീതിയിലുള്ള ഒരു ഭക്ഷണ പാനീയങ്ങളിലേക്ക് നിങ്ങൾ വന്നാൽ 30-40 ദിവസം കൊണ്ട് ഈ നിലവിലുള്ള രോഗം പിടിച്ച ത്വക്കങ്ങ് മാറിപ്പോകുമ്പോ, ചത്തുപോകുമ്പോ പുതുതായി വരുന്ന ആരോഗ്യമുള്ള കോശങ്ങൾ നന്നായി നല്ല ത്വക്കായി മാറിക്കോളും. വളരെ ലളിതമാണ്. വെറുതെ ഓരോ സാധനവും കാശ് കൊടുത്ത് മേടിച്ച് തേച്ച് ത്വക്കിലൂടെ ശരീരം പുറത്തു കളയാൻ നോക്കുന്ന വിഷങ്ങളെ അകത്തേക്ക് നിങ്ങൾ തിരിച്ച് പറഞ്ഞു വിട്ട്, അത് കരളിൽ പോയി കയറിയ 2 കൊല്ലത്തിനുള്ളിൽ നിങ്ങൾ കരൾ മാറ്റാൻ പോകേണ്ടി വരും. അല്ലെങ്കിൽ മറ്റൊരു രോഗം ആസ്തുമയായിട്ട് മാറും. അത് വൃക്കയിലൂടെ മൂത്രത്തിലൂടെ പുറത്തു പോകാൻ നോക്കിയാൽ ത്വക്ക് രോഗമാക്കി കളയുന്ന വിഷങ്ങൾ നിങ്ങളുടെ വൃക്കകൾ നശിപ്പിക്കും. ഡയാലിസിസിന് പോകേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരം, കരളിലെ കോശങ്ങൾ ജീവിക്കുന്നത് 300 തുടങ്ങി 400 ദിവസം വരെ മാത്രമാണ്. ഫാറ്റി ലിവർ കേട്ട് നിങ്ങൾ പേടിക്കണ്ട. മരുന്നുകളുടെ ഉപയോഗം നിർത്തുക, തെറ്റായ ഭക്ഷണപാനീയങ്ങളുടെ ഉപയോഗം നിർത്തുക, ശുദ്ധമായ ആഹാരപാനീയങ്ങളിലേക്ക് വരിക. ഞാനിപ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, മനുഷ്യ രക്തത്തിൽ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ചുവന്ന രക്താണുക്കൾ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എല്ലാം പറയും. അപ്പൊ ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കും, മനുഷ്യ രക്തത്തിൽ ചാരായമില്ലേ? നിങ്ങൾ അറിയില്ല എന്ന് പറയും. മനുഷ്യ രക്തത്തിൽ ചോറില്ലേ? കിട്ടുന്ന ഉത്തരം ഇല്ല എന്നാണ്. വഴിയിൽ നിന്ന് കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് എങ്ങോട്ടാ കൊണ്ടുപോവുക? ഡോക്ടറുടെ അടുത്തേക്കാ ആശുപത്രിയിലാണ് കൊണ്ടുപോവുക. എന്തിനാ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. എന്തിനാ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്? അവൻ എത്ര കുടിച്ചു എന്ന് ബ്ലഡിലുണ്ടാകും. കുടിച്ച മദ്യം ബ്ലഡിലുണ്ടാകും.
ചോറ് കഴിച്ച് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തിന് മുമ്പാണ് FBS ഫാസ്റ്റിംഗ് ഷുഗർ നോക്കിയാലാണ് കൃത്യമായിട്ട് ഷുഗറിന്റെ അളവ് കിട്ടുക. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ഭക്ഷണം കയറും, ചോറ് കയറും, ഷുഗർ എന്ന് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയും. അപ്പൊ അച്ചാറ് തിന്നാൽ രക്തത്തിൽ അച്ചാർ ഉണ്ടാവുമോ? അച്ചാർ തീനിയുടെ രക്തത്തിൽ അച്ചാറിന്റെ എരിവും പുളിയും ഉപ്പുമെല്ലാം കയറുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്താണ് ഉത്തരം? കയറും. അച്ചാറും പപ്പടവും വറുത്തതും മൊരിച്ചതും 1-2 ദിവസം 3 ആഴ്ച വരെ ഹോം മോർച്ചറിയിൽ കയറ്റി വെച്ചതുമായ ആഹാരശവങ്ങൾ തിന്ന് രക്തമജ്ജ മാംസാദികൾ ഉണ്ടാക്കുന്നവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുമോ? അവരുടെ രക്തത്തിന് മനുഷ്യ രക്തത്തിന് ഉണ്ടാകേണ്ട ക്വാളിറ്റി ഉണ്ടാകുമോ? അച്ചാറും പപ്പടവും വറുത്തവും മൊരിച്ചുമൊക്കെ തിന്ന് ചൊറിച്ചില്, ത്വക്ക് രോഗം, മലബന്ധം എന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാൻ നടക്കുന്നതിൽ അർത്ഥമുണ്ടോ? ആദ്യം നിങ്ങൾ നിങ്ങളുടെ റോ മെറ്റീരിയൽ നന്നാക്കുക. നിങ്ങൾ നിങ്ങളുടെ വയറ്റിലേക്ക് ഇട്ടുകൊടുക്കുന്ന റോ മെറ്റീരിയലുകളെ ഉള്ളിലിരിക്കുന്ന മെഷീനറികൾ ദഹിപ്പിച്ച് രക്തമജ്ജ മാംസാദികളാക്കി നിരന്തരം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു. നല്ല ഭക്ഷണപാനീയങ്ങൾ ഇട്ടുകൊടുത്താൽ നല്ല രക്തമജ്ജ മാംസാദികൾ ഉണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് രോഗമാറ്റം എന്നുള്ളത് പ്രകൃതി രീതികളെ മനസ്സിലാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആണ്. ആശുപത്രികളിൽ നിന്നോ മരുന്ന് കടകളിൽ നിന്നോ കാശ് കൊടുത്ത് വാങ്ങാവുന്നതല്ല ആരോഗ്യം. ഡോക്ടർമാർക്ക് ആർക്കും ചികിത്സിച്ച് നന്നാക്കി തരാൻ കഴിയുന്നതല്ല ആരോഗ്യം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്, നിങ്ങളുടെ ജാഗ്രതയാണ്. ആ ജാഗ്രതയിലേക്ക് വന്നാൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കും. വളരെ ലളിതമായി ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് പഴങ്ങളാക്കിക്കൂടെ? 2 നേരം വേവിച്ചത് കഴിക്കാം. 3ാമതൊരു നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് വേവിക്കാത്തതാവണം, പച്ചക്കറികൾ വേവിക്കാത്തതാവണം. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, തക്കാളി, കോവയ്ക്ക എല്ലാം കൂടെ വെട്ടിക്കൂട്ടി അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചോ, മുളപ്പിച്ച ചെറുപയർ, മുളപ്പിച്ച കപ്പലണ്ടി, അതുപോലുള്ള സാധനങ്ങൾ കൂടെ ചേർത്ത് രുചി വരുത്തി ഒരു നേരത്തെ ഭക്ഷണം അതാക്കി നോക്ക്. ഇനി അതിന് പ്രയാസമാണെങ്കിൽ എന്ത് കഴിക്കുന്നതിന് മുമ്പ് ആദ്യം തുടക്കം പഴങ്ങളാവണം. ഒരു ദിവസം 1/2 കിലോ തുടങ്ങി 1 കിലോ പഴം നിങ്ങൾ കഴിക്കുമെങ്കിൽ നിങ്ങളുടെ മലബന്ധം മാറി, ഗ്യാരണ്ടി, ഉറപ്പാണ്. ഒരു ദിവസം 1/2 കിലോ തുടങ്ങി 1 കിലോ വരെ ഏത് ഭക്ഷണം കഴിക്കണമെങ്കിലും ആദ്യം ഫ്രൂട്ട്സ് കഴിക്കുക. ഞങ്ങൾ സാധാരണ 2ഉം കൂടെ ചേർത്ത് കഴിക്കണ്ടെന്നൊക്കെ പറയുമെങ്കിലും നിവൃത്തിയില്ലാത്ത ആളുകൾ ഇങ്ങനെ തുടങ്ങുക. 3 നേരത്തിൽ കൂടുതൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച, 3 നേരം തന്നെ കഴിച്ച, ഈ 3 നേരം വെച്ചുള്ള ഞങ്ങളുടെ ഒരു നിലനിൽപ്പിന്റെ ഒരു ഭാഗം വെച്ചാണ്. 1 നേരം ഭക്ഷിക്കുന്നവർ യോഗി, 2 നേരം ഭക്ഷിക്കുന്നവർ ഭോഗി, 3 നേരം ഭക്ഷിക്കുന്നവർ എന്താണ്? അതല്ലേ നാട്ടിൽ കാണുന്നത്. 3 നേരം ഭക്ഷിക്കുന്നവരല്ലാതെ 2 നേരം ഭക്ഷിക്കുന്നവർ, 1 നേരം മാത്രം ഭക്ഷിക്കുന്നവർ ആരാണ് ആശുപത്രികളിലുള്ളത്? കേരളത്തിലെ ആശുപത്രികളില് ഡോക്ടർ ജയകുമാർ പറഞ്ഞതുപോലെ രോഗികളുടെ തലക്കിടിയാണ്. ഓരോ ആശുപത്രിയുടെ മുന്നിൽ 3000 കാറ്, 6000 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ലോട്ടുകൾ ഇട്ടിരിക്കുകയാണ്. പട്ടിണി കിടന്ന് രോഗിയായ ആരെങ്കിലും അവിടെ ഉണ്ടാവുമോ? ഇവിടെ തന്നെ ഇരിക്കുന്നതിൽ ഓരോ രോഗത്തിനും മരുന്ന് കൊണ്ട് നടക്കുന്ന പാർട്ട് ടൈം രോഗികൾ ഉണ്ടാവും. പട്ടിണി കൊണ്ട് രോഗികളായിട്ടുള്ള ആരെങ്കിലും ഇന്ന് കേരളത്തിലുണ്ടോ? ആദിവാസികളുടെ ഇടയിൽ ഉണ്ടാവാം, പോഷക ദാരിദ്ര്യം ഉണ്ടാവാം. ചില കാലങ്ങളിൽ ചില ഭാഗങ്ങളിലെ കടലോരത്തേക്ക് പോഷകാഹാരക്കുറവ് വരെ ഉണ്ടാവാം. ഇന്ന് കാശിന്റെ അഹങ്കാരം കൊണ്ട് തിന്നു രോഗികളാകുന്നവരാണ് മലയാളി. കാശിന്റെ അഹങ്കാരമാണ്. ആകെ ഒരു ജീവിതമുള്ളൂ, അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഇത് പറഞ്ഞ ഒരാളോട് ഞാൻ പറഞ്ഞോ, ആകെ ഒരു ജീവിതമുള്ളോ? ഒറ്റ ജീവിതമുള്ളൂ എന്ന് അടിച്ചു പൊളിക്കരുത് കേട്ടോ. പരമജാഗ്രതയോടെ ജീവിക്കണം. 10-200 ജീവിതം ഉണ്ടെങ്കിൽ ചില ജീവിതങ്ങൾ അടിച്ചു പൊളിച്ചും ജീവിക്കാം. ആകെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ തികഞ്ഞ ജാഗ്രതയോടെ
ഒരു പളുങ്ക് പാത്രം സംരക്ഷിച്ചു കൊണ്ട് നടക്കുന്നതിനേക്കാൾ ജാഗ്രതയോടെ നമ്മൾ നമ്മുടെ ജീവിതത്തെ, ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകണം. പ്രകൃതി ജീവനത്തിന്റെ ബാക്കി മേഖലകളും നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. നല്ലതൊന്നും താനേ വരില്ല, തെരഞ്ഞു കണ്ടുപിടിച്ച്. ഇപ്പോ ശിവരിക്കാർക്കാണെങ്കിൽ ഡോക്ടർ ജയകുമാർ ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇതുപോലുള്ള നിങ്ങളെ പഠിപ്പിച്ചു തരുന്നവര്, രോഗങ്ങളില്ലാതെ ജീവിക്കാനുള്ള വഴികൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നവര് ഇന്ന് നമ്മുടെ നാട്ടിൽ യോഗാചാര്യന്മാരായിട്ടും പ്രകൃതി ചികിത്സകരായും പ്രകൃതി കർഷകരായും ധാരാളം ഉണ്ട്. അന്വേഷിച്ചാൽ കിട്ടും. ഉണ്ട്. ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അന്വേഷിച്ചു തന്നെ നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവരെ കണ്ടുപിടിച്ച് ഈ ഒരു ലളിതമായ വഴിയിലേക്ക് വരിക. പുതുതായി ഒരു കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇപ്പൊ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാതിരുന്നാൽ മതി. സമയലാഭം, ധനലാഭം, ആരോഗ്യലാഭം, ആനന്ദലാഭം. അവരുടെ ജീവിതം ആസ്വദിച്ച് ജീവിക്കണം. ഒരു ഐസ്ക്രീമിനേക്കാൾ എത്രയോ ആസ്വാദ്യമാണ് കരിക്ക്. പക്ഷെ ഐസ്ക്രീം തിന്ന് 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 നാം മരവിച്ചിരിക്കുന്നവർ ഈ ടോർച്ചിന്റെ വെളിച്ചത്തിലിരിക്കുന്ന തവളയെ പോലെ ഇങ്ങനെ ഇരിക്കും. അതാണ് ആനന്ദം എന്ന് കരുതും, അതാണ് രുചി എന്ന് കരുതും. ഒരു നല്ല മാമ്പഴത്തിന്റെ രുചി, ഒരു സപ്പോട്ടയുടെ രുചി, ചക്ക, വരിക്കച്ചക്കയുടെ, പഴുപ്ലാവിന്റെ പോലും രുചി, അതിന്റെ അരികത്ത് നിൽക്കാൻ ഏത് കമ്പനി ഉൽപ്പന്നമുണ്ട്? അതുകൊണ്ട് ഫാക്ടറി ഫുഡുകളോട് നോ പറയുക. ഫാക്ടറി ഫുഡിനോട് അത് എളുപ്പമാണ്, കാര്യം എളുപ്പമാണ്. കച്ചവടത്തിനുണ്ടാക്കിയതാണോ? ശ്രീനാരായണ ഗുരുദേവൻ ഹോട്ടൽ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ചോറിൽ ഒരു പ്രാണി ചത്തു വീണാൽ ഹോട്ടലുകാരൻ അതെടുത്ത് മാറ്റുമോ? പുതിയ ചോറ് വയ്ക്കുവോ? ആ പ്രാണിയെ എടുത്തു മാറ്റി ആ ചോറ് തന്നെ തരും. അതുകൊണ്ട് അങ്ങനെയുള്ള കച്ചവട ഭക്ഷണ സാധനത്തെ വിശ്വസിക്കരുതെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും ഒക്കെ എത്രയോ ഭീകരമാണ് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലത്തേക്ക് എത്തിക്കാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കമ്പനി. അവർക്ക് നമ്മുടെ ആരോഗ്യമല്ല അവരുടെ കാശ്. ഇൻവേർട്ട് സിറപ്പ്, ഡൂഫ് കണ്ടീഷണർ, ആസിഡ് റെഗുലേറ്റർ, പ്രിസർവേറ്റീവ്സ്, അങ്ങനെ നിരവധി തരത്തിലുള്ള വിഷങ്ങൾ ചേരാതെ പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് കഴിച്ചാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുസരണയില്ലാത്തവരായി വളർത്താൻ വേറൊന്നും വേണ്ട. അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിതത്തെ സമീപിക്കുക. ഒരിക്കലേ ഉള്ളൂ നമുക്ക് ഈ അവതാരം, ഒറ്റ ജീവിതമേ ഉള്ളൂ, ഒറ്റ ശരീരമേ ഉള്ളൂ. അതുകൊണ്ട് ജാഗ്രതയോടെ ജീവിക്കാൻ, കൈവിട്ട കല്ലുപോലെ കൃത്യമായി ബോധ്യമില്ലാത്തതൊന്നും അകത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗങ്ങളെ ഭയക്കരുത്. 2 ആഴ്ച, അതുകൂടെ പറഞ്ഞ് ഞാൻ സമാപിപ്പിക്കാം. 2 ആഴ്ച വേവിക്കാത്തത് മാത്രം കഴിച്ചാൽ, ചൂടുവെള്ളം കുടിക്കരുത്, ചായ, കാപ്പി, ചോറ്, ചപ്പാത്തി, പച്ചക്കറി ഒന്നും പാടില്ല. വേവിക്കാത്തത് മാത്രം 2 ആഴ്ച കഴിച്ചാൽ ഒരുവിധമുള്ള എല്ലാ രോഗങ്ങളും പതുക്കെ അപ്രത്യക്ഷമാകും. ആദ്യത്തെ 5 ദിവസം വയറ്റിലൊരു ചെറിയ പ്രയാസം, ആസിഡിറ്റി കൂടിയവർക്കുണ്ടാകും. ചായ കുടിക്കാത്തതിന്റെ ഒരു തലവേദന വരും, തലവച്ചവളത്തിൽ കഴുകിയാൽ മതി. 5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വലിയ ഒരു വ്യത്യാസം ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കും. 2 ആഴ്ച കൊണ്ട് ഒരുവിധമുള്ള രോഗങ്ങളെല്ലാം മാറും. വലിയ രോഗങ്ങൾക്ക് മരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ദയവായിട്ട് അത് ചെയ്യരുത്. കൊളസ്ട്രോളിന്റെ മരുന്ന് നിങ്ങൾക്ക് ഇന്ന് നിർത്താം, BP-യുടെ മരുന്ന് കഴിക്കുന്നവർ പെട്ടെന്ന് നിർത്തരുത്. അതുകൊണ്ട് ചില മരുന്നുകൾ നിർത്തുന്നതിൽ ജാഗ്രത വേണം. പതുക്കെ പതുക്കെ കുറച്ചേ നിർത്താവൂ. ഷുഗർ കുറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് തന്നെ മരുന്ന് കുറയ്ക്കാം. പക്ഷെ BP-യുടെ മരുന്ന് ശ്രദ്ധിക്കണം. കുട്ടിച്ചാത്തൻ സേവ തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കുമെന്ന് പറയാറുണ്ട്. പക്ഷെ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ കുട്ടിച്ചാത്തൻ നിങ്ങളെ തട്ടുമെന്ന് പറയുന്നത് പോലുള്ള ഒരു അപകടം BP മരുന്നുകൾ പെട്ടെന്ന് നിർത്തിയാലുണ്ട്. ഒരു ഹാർട്ടിന്റെ മരുന്ന്, നേരത്തെ പറഞ്ഞ ബ്ലഡ് നേർപ്പിക്കാൻ കഴിക്കുന്ന ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ. പക്ഷെ പാല് നേർത്ത് പാലും വെള്ളം ആയാൽ എതിര് കൊള്ളാം. ബ്ലഡ് നേർത്ത് തലച്ചോറിലേക്ക് നേർത്ത ബ്ലഡ് ചെല്ലുമ്പോൾ തലച്ചോറിന് കിട്ടേണ്ട പോഷകങ്ങൾ കിട്ടാതെയാകും. നിങ്ങൾക്ക് മറവി രോഗം തുടങ്ങും.
ഒരു റോഡ് അപകടത്തിൽ പരിക്ക് പറ്റിയാൽ ആശുപത്രിയിൽ എത്തുമ്പോൾ ബ്ലഡ് മുഴുവൻ ചോർന്നു പോകും. കാരണം ആന്റി കോയാഗലിന്റെ മരുന്നുകളാണ് നിങ്ങൾ കഴിക്കുന്നത്. രക്തം കട്ട പിടിക്കാതിരിക്കാനാണ് ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ. അതുകൊണ്ട് ആ മരുന്നുകളുടെ അത്യന്തം അപകടകരമായ ഒരു സമയത്ത് ക്രൈസിസിൽ നിങ്ങൾക്ക് തൽക്കാലം ആവാമെന്നല്ലാതെ ആശുപത്രികൾ നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ക്രൈസിസിന്, അപകടങ്ങൾക്കുള്ളതാണ്, ആരോഗ്യത്തിനുള്ളതല്ല. അതുകൊണ്ട് നിങ്ങളുടെ വരാനും നിങ്ങളോട് സംസാരിക്കാനും സാധിച്ചതിന് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് രോഗങ്ങളില്ലാതെ ജീവിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു പീഡയും എറുമ്പിനും വരുത്താത്ത ഒരു നല്ല മനുഷ്യരുടെ സമൂഹത്തെ, നല്ല മനുഷ്യരുടെ ലോകത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ശ്രീനാരായണ ധർമ്മപരിപാലന സംഘത്തിന് ഇക്കാര്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഞങ്ങളെപ്പോലുള്ളവർക്ക് നിറഞ്ഞ പിന്തുണ വരാൻ ശിവഗിരി മഠം എപ്പോഴും ഉണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കുറെ കൂടെ എനിക്കൊരു അപേക്ഷ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരോടുള്ളത്, നമ്മുടെ പരമ്പരാഗത വൈദ്യന്മാരുടെ അറിവുകൾ അവർ മരിക്കുമ്പോൾ തീർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അവർ പലരും ഒരു അന്ധവിശ്വാസമുണ്ട്. ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇത് ആർക്കും കൈമാറരുതെന്നാണ്. പൊള്ളലിന്റെ പാട് പോലും ഇല്ലാത്ത രീതിയിലുള്ള ലോകത്തെ അമ്പരപ്പിക്കാവുന്ന ചികിത്സകൾ അറിയാവുന്ന അനേകമല്ല വിരലിലെണ്ണാവുന്നവർ ഇപ്പോഴും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അവരോട് ഞാൻ പറയും, കുറച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്ക്. ഇത് ഞങ്ങളുടെ കുടുംബത്തിനല്ലാണ്ട് വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ലെന്നാണ് അപ്പൂപ്പൻ പറഞ്ഞിരിക്കുന്നത്. ചത്തുപോകുമ്പോ തീർന്നു പോവുകയാണ്. ശിവഗിരി മഠം അവരെ വിളിച്ച് അത് കൈമാറാൻ ആവശ്യപ്പെടണം. അതിനുള്ള 100% അർഹതയും ശിവഗിരി മഠത്തിനുണ്ട്. അതിവിടെ ശേഖരിക്കാൻ സാധിക്കണം. നമ്മുടെ സന്യാസ വിദ്യാർത്ഥികളെങ്കിലും വൈദ്യന്മാരായി മാറണം. അവർക്കെങ്കിലും ഇത് പകർന്നു കൊടുക്കണം. അല്ലെങ്കിൽ അവർക്ക് ഉറപ്പ് കൊടുക്കുക, ആരും ഇത് പാലിക്കാനില്ലാത്തൊരു സമയത്ത് മാത്രമേ ശിവഗിരി മഠം ഇത് തുറക്കുകയുള്ളൂ. ഇവിടെ ശേഖരിച്ചു വെക്കണം ഈ അറിവുകൾ. നിരവധി പരമ്പരാഗത വൈദ്യന്മാരുടെ അറിവുകളുണ്ട്. നാളത്തെ പരമ്പരാഗത വൈദ്യന്മാരുടെ സമ്മേളനത്തിലും ഈ കാര്യങ്ങൾ അവരോടൊന്ന് പറയണം. നശിപ്പിച്ച് കളയരുത്, പ്രപഞ്ചത്തിന് നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളത് പറയാൻ സാധിക്കണം. ഒരിക്കൽ കൂടെ സച്ചിദാനന്ദ സ്വാമികൾക്കും ശിവഗിരി മഠത്തിന്റെ ഭാരവാഹിത്വത്തിലുള്ള മഠത്തിന്റെ സംരക്ഷണമുള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും അതുപോലെ ഇവിടെ വന്നുകൂടിയിട്ടുള്ള ശ്രീനാരായണ ഭക്തർക്കും എല്ലാം നമോവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.